മക്കൾ തന്നോളം വളർന്നാൽ. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് ഒരു പഴയ ചൊല്ലാണ്. ഈ 21-ാം നൂറ്റാണ്ടിലും അതിൻ്റെ പുതുമ ഒട്ടും കുറഞ്ഞിട്ടില്ല. മക്കൾ ഉൾപ്പെടെ ആരും താങ്ങും തണലുമാകുമെന്ന വ്യാമോഹം അരുത്. ബാങ്കിൽ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ നാളെ വാർദ്ധക്യം പിടികൂടുമ്പോൾ അത് വലിയ തുണയായിരിക്കും. ഒരിക്കൽ അവൻ അച്ഛനോട് കയർത്ത് സംസാരിച്ചു. ആ മകൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. തൻ്റെ മകൻ തന്നോട് എതിർത്തു സംസാരിക്കാറായി. അയാളുടെ കണ്ണു നിറഞ്ഞു, മനസ്സു വേദനിച്ചു. അയാൾ പറഞ്ഞു, മോനെ, നിനക്കിപ്പോൾ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല. ഒരിക്കൽ നീ അച്ഛനാവും, അപ്പോൾ അറിയും മോൻ ഒരു അച്ഛൻ്റെ മനസ്സ്. കുട്ടികൾ സ്നേഹിക്കാൻ കഴിയാത്തവരായി പോകുന്നത് ആരുടെ കുറ്റമാണ്? ജനിതകമായി കിട്ടുന്ന സ്വഭാവം, വളർത്തുദോഷം, വളരുന്ന ചുറ്റുവട്ടം. മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾ അവരെ തുല്യരായി കണക്കാക്കണം. താൻ പെറ്റ മക്കളും തന്നോളമായാൽ താനെന്നു വിളിക്കണമെന്നാണ് പഴഞ്ചൊല്ല്. കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ എന്തു പറഞ്ഞാലും അവർ അംഗീകരിക്കും. കാരണം അവർക്ക് നമ്മളെയുള്ളൂ വിവരമുള്ളവരായി. ഇനി കുറച്ചുകൂടി വലുതായാൽ നമ്മുടെ വാക്കിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ സ്വന്തം കാര്യം സ്വയം തീരുമാനമെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരായി എന്നു മാറുന്നുവോ അന്നവർ മുതിർന്നവരാവും. ഒരു പക്ഷേ അവരുടെ തീരുമാനം തെറ്റാണെങ്കിലും അവർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ സംശയിക്കേണ്ട, അവർ വലുതായി. നമുക്ക് നമ്മളേ ഉള്ളൂ. ആദ്യം അത് മനസ്സിലാക്കുക. മക്കളെ ജോലിക്കാരാക്കി, വിവാഹിതരാക്കി, ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച മുതിർന്ന പൗരന്മാർ താഴെ പറയുന്ന കൽപ്പനകൾ അനുസരിച്ചാൽ ജീവിതത്തിൻ്റെ ബാക്കി ഭാഗം ആസ്വാദ്യവും രുചികരവുമായിരിക്കും. ഇത് ഒരു പൊതു അഭിപ്രായമാണ്. എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും അർത്ഥമില്ല. ഭൂമിയിൽ എല്ലാവർക്കും മുകളിലേക്ക് പോയാൽ തിരിച്ചു വരാത്ത ഒന്നേ ഉള്ളൂ, അത് പ്രായമാണ്. അതുകൊണ്ട് പ്രായമാകുന്നു, ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന മിഥ്യാധാരണ അരുത്. അതുകൊണ്ട് വയസ്സുകാലത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിൻ്റെ അവസാന ഭാഗം മക്കളോടൊപ്പം ജീവിക്കാമെന്ന് മോഹിക്കരുത്, ചിന്തിക്കരുത്. അവർ നിങ്ങളെ നോക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ പേരക്കിടാങ്ങളിൽ നിങ്ങൾക്കൊരു അവകാശവുമില്ല എന്നുള്ള കാര്യം മറക്കരുത്. മക്കളെ വളർത്തുന്നതിൽ മകനോ മകൾക്കോ ഒരു ഉപദേശവും നൽകരുത്. നിങ്ങളുടെ ഉപദേശവും അനുഭവ സാക്ഷ്യങ്ങളും അവർ ഒരിക്കലും പരിഗണിക്കില്ല. അല്പം അകലം സൂക്ഷിക്കുന്ന ബന്ധങ്ങൾ എപ്പോഴും മധുരമുള്ളതായിരിക്കും. എൻ്റെ കുട്ടികളെന്ന ആവശ്യമില്ലാതെ വേവലാതിപ്പെടേണ്ട. അവർ ചിറകു വളർന്ന പറവകളായി എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സമാധാനത്തോടെ ഇരിക്കുക. ശക്തിയില്ലാത്തവനുള്ളതല്ല ഈ ലോകം. കയ്യിൽ കാശില്ലെങ്കിൽ മക്കളിൽ നിന്ന് സ്നേഹമോ ബഹുമാനമോ തീർച്ചയായും ലഭിക്കില്ല. സ്വന്തം സ്വത്തുക്കൾ, നീക്കിയിരിപ്പ് മുതലായവ മരണം വരെ ഭാഗിച്ചു കൊടുക്കരുത്. മുഴുവൻ പങ്കുവെച്ചാൽ അവസാനം നിങ്ങൾ പെരുവഴിയിലാകും. ജീവിതകാലം മുഴുവൻ അവരുടെ നന്മയ്ക്ക്, ഉയർച്ചയ്ക്ക് വേണ്ടി പല ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ ആവർത്തിച്ചു പറയരുത്. നിങ്ങൾ നിങ്ങളുടെ കടമ ചെയ്തു, അത്ര തന്നെ. കൂട്ടുകുടുംബ വ്യവസ്ഥ മറന്നുപോയ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെന്ന് മറക്കരുത്. വേണ്ടി വന്നാൽ വർഷത്തിലൊരിക്കൽ പാരിതോഷികങ്ങളുമായി അവരെ കാണാൻ പോവൂ. 1-2 ദിവസം സന്തോഷത്തോടെ താമസിക്കൂ. കൂടുതൽ കൂടെ നിൽക്കരുത്. മരുമക്കളുടെ മുന്നിൽ നിങ്ങൾ ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ ഉടൻ പ്രതികരിക്കണം. മക്കളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ, സോപ്പ്, ചീർപ്പ് മുതലായ വ്യക്തിപരമായ അവശ്യ സാധനങ്ങൾ തീർച്ചയായും കൊണ്ടുപോകണം. മക്കളുടെ ആഡംബര ജീവിതത്തെ വിമർശിക്കരുത്. സമ്പാദ്യം കരുതി വെക്കണമെന്ന് ഉപദേശിച്ച് അപമാനിതരാകരുത്. അവരുടെ ജീവിതം നിങ്ങളുടെ ജീവിതത്തെ പോലെ ദുരിതപൂർണമല്ല. അവരുടേത് ആധുനിക കോർപ്പറേറ്റ് ജീവിതമാണ്. നിങ്ങൾ 1000 രൂപയെ വരെ വളരെ വലുതായി കണ്ടു. അവർ ലക്ഷങ്ങളുമായി നിത്യം ഇടപഴകുന്നവർ. അധികം സ്നേഹം, ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുന്നത് മോശമാണ്. അവരുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് അവർക്കറിയാം. അവരെ ഒരിക്കലും ഉപദേശിക്കരുത്. നിങ്ങളെക്കാളും അറിവിലും ബുദ്ധിയിലും അവർ മികച്ചവരാണെന്ന കാര്യം മനസ്സിലാക്കുക. എത്ര അറിവുണ്ടെങ്കിലും അനുഭവമുണ്ടെങ്കിലും സ്വയം വിഡ്ഢിയാണെന്ന് നടിച്ചോളൂ. എങ്കിലേ സംതൃപ്തമായി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അധികം ഉപദേശിക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടമല്ല. ഉന്നത വിദ്യാഭ്യാസമുണ്ടെങ്കിലും ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ചതാണെങ്കിലും അവർക്ക് മുന്നിൽ നിങ്ങൾ വെറും ചോദ്യചിഹ്നങ്ങൾ, തലയാട്ടുന്ന പാവകൾ മാത്രം. ജീവിതത്തിൻ്റെ സായാഹ്നം സന്തോഷകരമാക്കാൻ ഈ കൽപ്പനകൾ പ്രയോജനപ്പെടും.